മാന്യ സദസ്സിന് വന്ദനം. സഹൃദയരെ, ഞങ്ങളുടെ തട്ടിക്കൂട്ട് സ്കിറ്റായ A+ മാന്ത്രികപ്പൊടിയും പിന്നെ മ്യായാവിയും എന്ന കോമഡി എക്സ്പ്രസിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട് ചീമുട്ട, കൂക്കുവിളി, ചെരിപ്പേറ് എന്നീ അത്യുജ്വല കലാപ്രകടനങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ എളിയ പ്രചാരമായ പ്രയാണത്തിന് സാക്ഷ്യം വഹിക്കാൻ നിങ്ങളേവരെയും ഒന്നുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു. തുടങ്ങാൻ വരട്ടെ, നമ്മുടെ നാട്യകലാകാരന്മാരെ പരിചയപ്പെടണമല്ലോ. നിങ്ങളറിയുന്ന ഓരോ ചീമുട്ടിയെയും, ഓരോ വള്ളിച്ചെരുപ്പിനെയും, അതുപോലെ ചീഞ്ഞ തക്കാളി തുടങ്ങിയ നിരവധി സംഭവങ്ങളെയും പ്രതിരോധിക്കാൻ തക്കതായ കഥാപാത്രങ്ങളുമായി ഞങ്ങളുടെ വണ്ടിയുടെ ചുക്കാൻ പിടിക്കുന്നവർ മായാവി സവാദ് സാർ, കുട്ടൂസൻ താരിഖ് സാർ, ഡാക്കിനി +1 ഹ്യൂമാനിറ്റീസിലെ സുമയ്യ, വിക്രമൻ അമാനുള്ള സാർ, മുത്തു സാലി സാർ, കൊക്കത്തി ഉമ്മ +2 സയൻസിലെ മുസ്തരിയ, HM KTP സാർ, രാജു മെഹറാരി സാർ, രാധ ഹാജ ടീച്ചർ, ലോട്ടാപ്പി യാസീൻ സാർ, കഥ തിരക്കഥ സംഭാഷണം യാസീൻ സാർ, സൗണ്ട് മിക്സിംഗ് ഫിറോസ് സാർ ആൻഡ് അമാനുള്ള സാർ, പ്രൊപ്പറേറ്റർ സവാദ് സാർ. ശബ്ദം നൽകിയതും HM KTP സാർ, രാജു മെഹറലി സാർ, രാധ ഹാജ ടീച്ചർ, കുട്ടൂസൻ, ഡാക്കിനി, ലുട്ടാപ്പി, വിക്രമൻ അമാനുള്ള സാർ, മുത്തു യാസീൻ സാർ, കൊക്കത്തുമ്മ മുസ്തരിയ, മായാവി സവാദ് സാർ. ഒരു തണുത്ത വെളുപ്പാങ്കാലത്ത് ആന്ത്രോത്ത് ദ്വീപിലെ ഫെന്നിയല സ്കൂൾ പ്രിൻസിപ്പാളിന്റെ റൂമിൽ ദിവാസ്വപ്നം കണ്ടുകൊണ്ട് ദിവാൻ കോട്ടിൽ മലർന്നു കിടക്കുന്ന ഹെഡ് മാസ്റ്റർ ആരെയോ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. രാജു, രാധേ, കടന്നു വരൂ. ഞാൻ എത്ര നേരമായി നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളെന്താ എത്ര താമസിച്ചത്? സാറേ, ഒന്നും പറയണ്ട, ഞങ്ങൾ നേരത്തെ ഇറങ്ങാനിരിക്കുമായിരുന്നു. അതിൻ്റെ ഇടയിലാണ് അമ്മച്ചി പശുവിന് വെള്ളം കൊടുക്കാനും തീറ്റിക്കാനും പറഞ്ഞത്. എടി, അപ്പോൾ അമ്മയ്ക്ക് എന്താ പണി? അത് പിന്നെ സാറേ, അമ്മച്ചിക്ക് ടൗണിൽ കുടുംബശ്രീയുടെ എന്തോ പരിപാടിയുണ്ട്. അമ്മ വീട്ടിലെ പണി മുഴുവൻ ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് നേരത്തെ അങ്ങ് സ്ഥലം വിട്ടു. ആ, അത് വിട്. ഞാനിപ്പോൾ നിങ്ങളെ വിളിപ്പിച്ചത് ഒരു അത്യാവശ്യ കാര്യം ഏൽപ്പിക്കാനാണ്. ഇല്ല സാർ, പറഞ്ഞാലല്ലേ അറിയൂ. എടി രാധേ, നമ്മൾ കുറേ കാലമായില്ലേ Cയും Dയും D+ഉം കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. ഇനി നമ്മുടെ സ്കൂളിൽ Cയും ഇല്ല, D+ഉം ഇല്ല, ഒന്നുമില്ല. വെറും A+ മാത്രം. A+ൻ്റെ ഒരു തരംഗമായിരിക്കും നമ്മുടെ സ്കൂൾ. ഓ, ആ നാണക്കേടിൻ്റെ ദിനങ്ങൾ ഓർക്കാനേ വയ്യ. രാജു, നിനക്കറിയില്ലേ, കഴിഞ്ഞ കൊല്ലം പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ ഡയറക്ടർ എന്നെ നേരത്തെ വിളിച്ച് തെറി പറഞ്ഞത് നീ കണ്ടോ? ഈ ഡയറക്ടർ തന്നെ അടുത്ത റിസൾട്ട് വരുമ്പോൾ എന്നെ വിളിച്ച് തോളിൽ തട്ടി അഭിനന്ദിക്കും. എങ്ങനെയാ സാറേ അത്? ഇത് വല്ലതും നടക്കുമോ? അതിനുള്ള ജാലവിദ്യയുമായിട്ടാണ് ഞാനിപ്പോൾ എത്തിയത്. ജാലവിദ്യയോ? രാജുവേ, ഞാനിപ്പോൾ കരയിൽ പോയപ്പോഴേ ഒരു മന്ത്രവാദിയെ കണ്ടു. അങ്ങേര് എനിക്കൊരു മാന്ത്രിക പൊടി തന്നു. ഈ പൊടി ഉപയോഗിച്ചാൽ ഏത് മരമണ്ടനും A+ വാങ്ങാം. കൂടെ പ്രിൻസിപ്പാളായി എനിക്കൊരു പ്രൊമോഷൻ. ഇത് വല്ലതും നടക്കുമോ സാറേ? നടക്കും, 100% നടക്കും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. പരീക്ഷയുടെ തൊട്ട് മുമ്പുള്ള തുലാപദത്തിൽ മാത്രമേ ഇത് ഉപയോഗിക്കാനാവൂ. അതുവരെ നമ്മൾ ഇതെന്ത് ചെയ്യും സാറേ? അതിനല്ലേ ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത്. ചെവി അറിയാതെ ഇത് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടേതാണ്. സാറേ, ഇത് ഇവിടെ സൂക്ഷിച്ചാൽ പോരെ? വേണ്ട, ഇവിടെ മൊത്തം മണ്ണിലിനാ. പിന്നെ മൊത്തം A+ മണ്ണിലിൻ കൊണ്ടുപോകും. ശരി സാറേ, അങ്ങനെയാണെങ്കിൽ ഞങ്ങളിത് അലമാരയിൽ സൂക്ഷിച്ചു വയ്ക്കാം. എന്നാൽ പിന്നെ നിങ്ങൾ സമയം കളയാതെ പോകാൻ നോക്ക്. എടി
രാധേ, നമ്മുടെ സാറൊരു സംഭവം തന്നെയല്ലേ? അതെ, പ്രിൻസിപ്പൾ ആവാൻ സാർ ഏതറ്റം വരെയും പോവും. എന്നാലും ഇത് എങ്ങനെ ഒപ്പിച്ചെടുത്തു ഇയാള്? എടി, അയാള് പണ്ടേ ഒരു കൂടോത്രത്തിന്റെ ആളാ. അങ്ങനെയൊന്നുമില്ല, പക്ഷെ സാറിന് ഒസ്വാസം അല്പം കൂടുതലാ. രാധേ, ആ പെരട്ട ലുട്ടാപ്പിയും വിക്രമനും മുത്തുവും കാണാതെ ഇത് എവിടെ കൊണ്ടുപോയി ഒളിപ്പിക്കും? നമ്മ ഉണക്ക് സൂക്ഷിക്കുന്ന പത്തായത്തിൽ വെക്കാം. 1-2 ദിവസമല്ല, അടുത്ത നെലാപ്പദം വരെ സൂക്ഷിക്കാനുള്ളതാ. പേടിക്കണ്ട രാജു, അവിടെ ഒന്നും ആരും കൊണ്ടുപോയില്ല. പെരട്ട പിള്ളേരെ, നല്ല വിളഞ്ഞ വിത്തുകളാ. ഇവന്റെയൊക്കെ ഏച്ചമ്മ ഇവന്മാരും കൂടി ഏപ്രിൽ സ്വലത്തുന്നതൊന്ന് കാണണം. എല്ലാത്തിനും കണക്കിന് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ കൊട്ടോസനെ ഡാക്കിനെയും വിവരം അറിയിക്കണം.
അത് ശരി, അമ്പട കൊള്ളാലോ ഇവന്മാര്. ആ മാന്ത്രികപ്പൊടിയെ എന്ത് വില കൊടുത്തും കൈക്കലാക്കണം കുട്ടൂസ. എന്നിട്ട് വേണം നമുക്കൊന്ന് പരീക്ഷ എഴുതാനും എല്ലാത്തിലും A+ വാങ്ങാനും. അത് അടിച്ചു മാറ്റുന്ന കാര്യം ഞങ്ങൾ ഏറ്റെന്നേ. പക്ഷെ ആ കള്ള മായാവി ഉള്ളിടത്തോളം കാലം അവന്മാരെ പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിനല്ലേ നമ്മുടെ ഈ കൊക്കത്തി. കൊക്കത്തി, നീ നിന്റെ പണി തുടങ്ങിക്കോ. അത്തള വിത്തള തവള ചീമറിയം വന്ന് വിളക്കൂതി ഷൂ 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 ശക്കെ തുമ്മ ശോളെ തുമ്മ കൊയിന്റെ കൊയിന്റെ മാപ്പിളക്ക് മേൽഡ് മേൽഡ് തീ കൊടുക്കട്ടെ. കേരള സാത്താനെ ബക്കറ്റ്. ഓ മൈ ഗോഡ്. നൂറ്റിക്കണക്കിന് സായിപ്പന്മാരുടെ തലകൾ അരിഞ്ഞു വീഴ്ത്തിയ എന്റെ ഖഡ്ഗമേ, നിന്നോട് ഓം ഹ്രീം കുട്ടിച്ചാത്ത, ഓം ഹ്രീം കുട്ടിച്ചാത്ത, ഓം ഹ്രീം കുട്ടിച്ചാത്ത. നീ വിളിച്ചോ നിന്റെ മായാവിയെ. ഇപ്പൊ വരും അവൻ.
രാജു, രാധേ, നിങ്ങൾ ഭയപ്പെടേണ്ട. മായാവി എത്തിക്കഴിഞ്ഞു. ഓം ക്രീം ക്രീം ക്രാംബു, നിങ്ങൾ പ്രതിമയാകട്ടെ.